Welcome back after the break. We are going to be talking about budget and distribution. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. ആൻഡ് പ്രത്യേകിച്ച് യങ് ഫിൽം മേക്കേഴ്സ് പലരും ഹു ആസ്പയർ ടു മേക്ക് സിനിമ അവർക്ക് ബഡ്ജറ്റാണ് ഏറ്റവും വലിയ കൺസ്ട്രെയിൻറ്റ് ആയിട്ട് തോന്നുന്നത്. ആഷിഖ്, യു ഹാവ് ഡൺ എ ഫിലിം ബിഫോർ ദിസ്. അത് ഒരു മെഗാ സ്റ്റാർ പ്രോജക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് യു ആർ ഡൂയിങ് എ ഫിലിം സ്മോൾ ബഡ്ജറ്റ്. എന്തൊക്കെയാണ്, ഹൗ ഡു യു വർക്ക് ഇറ്റ് ഇൻ യുവർ ഹെഡ് ആൻഡ് ദെൻ ലേറ്റർ ഓൺ പേപ്പർ? അല്ല, ഈ സിനിമ സോൾട്ട് ആൻഡ് പെപ്പർ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സർട്ടൺ ബഡ്ജറ്റ് എക്സീഡ് ചെയ്യരുത്. കാരണം ഏറ്റവും മിനിമം ലെവലിൽ നിന്ന് തന്നെ ക്വാളിറ്റി പോകാതെ എങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡിജിറ്റലിലേക്ക് ഇത് ഷിഫ്റ്റ് ആവുന്നത്. ഡിജിറ്റൽ ആകുമ്പോൾ എത്രത്തോളം നമുക്ക് മാർജിനൽ ഡിഫറൻസ് എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ എന്താ പറയുന്നത്, അത് ഒരു ചെറിയ എമൗണ്ടേ വരുന്നു. കാരണം നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളില്ല. സെക്കൻഡ് തിങ് ഈസ് തിരുവനന്തപുരം പോലുള്ളൊരു ലൊക്കേഷൻ. അപ്പോൾ അവിടെ നമുക്ക് അത് അധികം എക്സ്പെൻസ് വരുന്നില്ല. അപ്പം പിന്നെ എന്താ പറയുക, നമ്മൾ പ്ലാൻ ചെയ്തത് ഇപ്പോൾ റെഡാണ് ക്യാമറ. നമുക്ക് ഈ ക്യാമറയുടെ കൂടെ വന്ന ടെക്നീഷ്യൻസ് ഒക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം അവർക്ക് അത്ര പരിചയമില്ല. അപ്പോൾ അവിടെ പേസ് ഒന്ന് പിക്ക് ചെയ്യാൻ കുറച്ച് ഒരു 2-3 ദിവസം ഒരു ബഫർ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മുടെ ബഫർ ശരിക്കും 45 days ആയിരുന്നു. പക്ഷെ സത്യത്തിൽ നമ്മളൊന്ന് ഈ സിനിമയിൽ അത്ര ഒരു എന്താ പറയുക, പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബഡ്ജറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ രണ്ടുപേരും സിനിമയിൽ ഇപ്പോൾ ആസ് എ ഡയറക്ടർ യു ഹാവ് വർക്ക്ഡ് ഓൺ ബിഗർ ഫിലിംസ്, ബിഗർ പ്രോജക്ട്സ്. സർ, യു ആർ ഓൾസോ പ്രൊഡ്യൂസർ. സോ what is your take on the budget and the way it is executed in this particular film? അല്ല, ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിപ്പോൾ ഈ മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ ഒരു ഫിലിമിനേക്കാൾ ഉപരി ഇത് അത്ര വലിയ ഇതിൻ്റെ സബ്ജക്റ്റാണ് എൻ്റെ സംഭവം. ഇപ്പോൾ ഈ സമയത്ത് ആഷിക്ക് വന്നിട്ട് ഒരു 4 ചേസും ഒരു 10 ഫൈറ്റും ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നിൽക്കൂല. ഇതെന്ന് പറഞ്ഞാൽ ഈ ലവ് സ്റ്റോറി, ഈ 2 വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ സംഭവം, അപ്പോൾ അതിനത്രയും ഇത് മതി എക്സ്പെൻസ്. അപ്പം അതിൻ്റെ സമയത്ത് കാളിദാസൻ പോയിട്ട് 4 സ്ഥലത്ത് പോയി ഫൈറ്റ് ചെയ്യുന്നു, ബാബു പോയിട്ട് 5 സ്ഥലത്ത് അടിച്ചു പൊളിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ അതിൻ്റെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല. ഇപ്പം നമുക്ക് എഴുതി വെക്കാൻ എളുപ്പമാണ്. ഒരു കടയിൽ കയറി ഒരു ബാർ അടിച്ച് പൊളിക്കുന്നു, എഴുതി വെക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് പൊളിച്ചു വരുമ്പോഴാണ് ഇത്രയും ദിവസങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ ഒരു 500 ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടൊരു സോങ് എഴുതി വെക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ ചിലവാണ് സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ത്രോഡ് സബ്ജക്റ്റ്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സാധനം. അപ്പോൾ അത് ആ ബൗണ്ടറി വിട്ട് അത് പോവില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഡ്രീം ചെയ്യുന്ന സോങ് വേണമെങ്കിൽ ലണ്ടനിലോ എവിടെ വേണമെങ്കിലും ഡ്രീം ചെയ്തെടുക്കാതെ. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഡ്രീം ചെയ്യാമല്ലോ കാളിദാസന്, അല്ലെങ്കിൽ മറ്റേ ആസിഫ് അലിക്ക് ഡ്രീം ചെയ്യാം. ഇത് അതിനെ നിർത്തിയുള്ള സംഭവമാണ്. അല്ല, സിനിമയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതല്ല എൻ്റെ മുഖ്യമായിട്ട്. അനാവശ്യ ചെലവ് ചുരുക്കുക. ഒരു സിനിമയ്ക്ക് ആ കഥ ആവശ്യപ്പെടുന്ന ചെലവ് ചെയ്തേ ആവും. ടൈറ്റാനിക് പോലെയുള്ള സിനിമ എടുക്കണം, അത് 2 കോടി രൂപയ്ക്ക് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുഴപ്പമാണ്, അത് നഷ്ടമാണത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമയ്ക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പം ഞാൻ ഈ പടത്തിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമയാണെന്ന്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന വലിയ കാരവൻ കിടക്കുന്നു, AC കാരവൻ. അപ്പോൾ ഞാൻ കരുതിയോ ഒരു ചെലവിരുത്തുന്നുണ്ടോ, കുഴപ്പമില്ല, നമ്മളോട് റെസ്പെക്ട്. ഞാൻ എന്നെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾ വന്നുകൊണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലതല്ല, റെഡ് ക്യാമറ ഇടക്കിടക്ക് ചൂടാവും. അപ്പൊ ഇത് ഹാങ് ആയി കഴിഞ്ഞാൽ തണുക്കണമെങ്കിൽ കുറച്ച് AC-യിൽ വെക്കണം. ബെഡിൽ നിന്ന് ഇടയ്ക്ക് ക്യാമറ ഷൂട്ടിന് വേണ്ടി കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ കിടക്കാം. പക്ഷെ ക്യാമറ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ അവൻ്റെ വേണ്ടി വരും. ഇവിടെ കിടക്കേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആവശ്യമാണെങ്കിൽ ക്യാരവനല്ല, അതിന്റെ അപ്പുറത്തെ സാധനവും വേണം. അനാവശ്യമാണെങ്കിൽ അത് ഇത് ശരിയാവില്ല. ഇതൊക്കെ വെറുതെ ചെറിയ മരുന്നുകൾ മാത്രം. അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ടാണ് ആഷിഖിന്റെ. സോ ആഷിഖ് ഈ ഫിലിം രൂപപ്പെടുന്ന ഓരോ പ്രോസസ്സും ഞാനിങ്ങനെ കാണുന്നുണ്ട്. കൺസിസ്റ്റന്റ്ലി എന്തെങ്കിലുമൊക്കെ പോസ്റ്റും അപ്ഡേറ്റ്സും ഉണ്ട്. സോ ഐ ഗെസ് ഇൻ എ വേ ഇൻ യുവർ ഓൺ സ്പേസ് യു ഹാവ് ട്രൈ ടു മാർക്കറ്റ് ദിസ് particular cinema that you working. Publicity അതിന്റെ ഡിസ്ട്രിബ്യൂഷനും അതൊരു വലിയൊരു ആസ്പെക്ട് അല്ലേ? ഈ പബ്ലിസിറ്റിയിൽ എത്രത്തോളം have you invested in publicity or how has it happened? അതായത് ഈ സിനിമയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന ഏക പബ്ലിസിറ്റി വാസ് ഫേസ്ബുക്ക്.
ഫേസ്ബുക്കിലാണ് പബ്ലിസിറ്റി എന്താ വെച്ചാൽ പ്രത്യേകിച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ഞാൻ അതിന് കുറച്ചുകൂടെ ഞാനൊന്ന് ആഞ്ഞിറങ്ങിയതാണ്. കാരണം സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള ടൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ആവാനും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ബിക്കോസ് അതങ്ങനെ യൂഷ്വൽ ഒരു മലയാളം സിനിമ പേരല്ല. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഈ ഐബോൾ കാച്ചിങ് എന്ന് പറയുന്ന അഡ്വർടൈസിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കാണുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പോസ്റ്റേഴ്സും എല്ലാം ഈ ഫേസ്ബുക്കിലൂടെ നമ്മൾ എന്ത് ന്യൂസ് ഉണ്ടോ അതെല്ലാം. അപ്പോൾ ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള ടൈറ്റിൽ ആ ഒരു ബ്രാൻഡ് രജിസ്ട്രേഷൻ ആദ്യം നമ്മൾ ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ഒരു 6-7 മന്ത്സ് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെ റൺ ചെയ്തിരുന്നു. ഇതിനൊരു പേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഇത് ചെയ്തിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഫിസിക്കലായിട്ട് എന്താ പറയുക വെർച്വൽ വേൾഡിൽ നിന്ന് മാറി മാർക്കറ്റിംഗ് ഫിസിക്കലായിട്ട് വരുമ്പോൾ അതെ. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ചെന്താ വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഫോട്ടോഷൂട്ട് എല്ലാം ഭയങ്കര ലൗഡായിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് ആയിരുന്നു. ഭയങ്കര ലൗഡായിട്ട് ഭയങ്കര വൈബ്രന്റ് കളേഴ്സ് വെച്ചിട്ടുള്ള പർപ്പിളൊക്കെ നമ്മൾ വല്ലാണ്ട് യൂസ് ചെയ്തു. ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തു. അതിനൊരൊറ്റ ദുരുദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് അട്രാക്ട് ചെയ്യുക എന്നുള്ള സംഭവം. പക്ഷെ അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ പോലും അതിനകത്തൊരു ചെറിയ ക്ലാസ് വേണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നത്. സെക്കൻഡ് സ്റ്റേജ് മുതൽ നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജിയിൽ വ്യത്യാസപ്പെടുത്തി. കാരണം റിയൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2 സ്റ്റേജസ് ആയിരുന്നു. റിയൽ നമ്മൾ സിനിമയിൽ നിന്നുള്ള സ്റ്റിൽസ് വെച്ചിട്ട് അതിൻ്റെ രൂപത്തെ ഒന്ന് മാറ്റിയെടുത്തു. ബിക്കോസ് അതൊരു ചെറിയ സിനിമയാണ്, നമുക്ക് അഡ്വർടൈസിങ്ങിലോ മാർക്കറ്റിങ്ങിലോ സ്പെൻഡ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റാവുന്ന രീതിയിലൊക്കെ. പിന്നെ അത് മാത്രമല്ല സോങ്സിൽ ശ്രദ്ധിച്ചതാണ് അവിയൽ ഇങ്ങനെ ഈ സിനിമയിൽ കടന്നു വരാനുള്ള കാരണം അതാണ്. നമ്മൾ വേറെ തരം ഓഡിയൻസിനെ ഉന്നം വെച്ചു. ആനക്കള്ള എന്നുള്ള വരുന്നുണ്ട്. പക്ഷേ ഇനീഷ്യലി നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഇപ്പോൾ തിയേറ്റേഴ്സിൽ കളക്ഷൻ താഴെ പോയാൽ 2 ദിവസം കൊണ്ട് സിനിമ അവിടുന്ന് മാറും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഇല്ല സിനിമയെ അങ്ങനെ പിടിച്ചു നിർത്താൻ. ഇപ്പം നമ്മൾ തന്നെ ചെയ്യണതല്ല. അപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറയുന്ന സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകളായിട്ട് നമ്മൾ പറയുന്ന ഒരു ടാഗ് ലൈൻ കമ്മ്യൂണിക്കേറ്റ്. ഇൻഫാക്ട് ആഷിഖിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് പ്രോബ്ലം, അറ്റ്ലീസ്റ്റ് തിയേറ്റർ ഓണേഴ്സ് വളരെ കുറവാണ് അവർ റിസീവ് ചെയ്തിട്ടില്ല. ആദ്യം എന്താ വെച്ചാൽ നമുക്ക് കാലിക്കറ്റ് പോലുള്ള മേജർ സെന്ററിൽ തിയേറ്റർ ഇല്ല. തിയേറ്റേഴ്സിൽ സിനിമ കളിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അത് ഇവർ പറയുന്നതാണ്. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല അതിനകത്ത് ഏറ്റവും വലിയൊരു വിഷമമുള്ള സംഭവം ഇപ്പൊ ഞാനും എന്റെ പടത്തിനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് ഇപ്പൊ പേരെടുത്ത് പറയുന്നില്ല, തെലുങ്കില് ഒക്കെ നിർമ്മിച്ച പടങ്ങൾ ഇവിടെ ഡബ് ചെയ്ത് വരുന്ന പടങ്ങളുണ്ട്. ഇത് തെലുങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൊഡ്യൂസറോ ആരും അറിയുന്നില്ല ഇത് കേരളത്തിൽ കളിക്കുമെന്ന്. ഇതൊക്കെ അവർക്കൊരു ബോണസാണ്. അത് അവിടെ നിന്ന് നിസാര പൈസയ്ക്ക് മേടിച്ചു, അത് ഡബ് ചെയ്തു, അതിന്റെ പാട്ടുകളൊക്കെ ഇവിടെ മാറ്റി ഏതൊക്കെയോ കുറെ ലിറിക്സ് ഒക്കെ വെച്ചുകൊണ്ട് ഇതിന് മതി ഇവിടെ തിയേറ്ററുകാരാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇന്നും കാലത്ത് ഞാൻ ഇതൊക്കെ തല്ലി പിടിച്ചോളൂ. ഈ തിയേറ്ററുകാർ എന്നിട്ട് എന്താ ഈ സിനിമകൾ ഞാൻ പറയട്ടെ, ഈ ആഷിഖിന്റെ പടം പല ജില്ലയിലും കളിച്ചിട്ടുണ്ട്, തിയേറ്റർ കൊടുത്തിട്ടില്ല. കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് ആ പടത്തങ്ങൾക്ക് ഈ മൊഴി മാറി പടന്ന പടങ്ങൾക്ക് ഇതുണ്ട്. ഇത് സ്ലോ പോയിസണാണ് ഇവർ കൊടുക്കുന്നത്. ഇവര് ഈ സ്ലോ പോയിസൺ വെച്ചിട്ട് ഈ ആൾക്കാർ യങ്സ്റ്റേഴ്സിന് കുറെ പിള്ളേർ ഈ ആൾക്കാരത് പോകുന്നത് ഗ്ലാമർ കാണാൻ പോകുന്നതാണ്. പക്ഷെ അത് മാത്രം മതിയില്ലല്ലോ മലയാള സിനിമയ്ക്ക്. തിയേറ്ററുകാരുടെ കയ്യിലാണ് ഇപ്പൊ മൊത്തം ഇരിക്കുന്നത്. ഇവരെ തീരുമാനിക്കണം ആര് ജയിക്കും, ഇവരാണ് തീരുമാനിക്കണ പടം. സോൾട്ട് ആൻഡ് പെപ്പർ അത് ഇപ്പൊ എന്തായി അവര് തന്നെ ഇവരെ കാല് പിടിച്ചപ്പോ രണ്ടാമത് എല്ലാ തിയേറ്ററിലും ആയില്ലേ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരിക്കലും ഈ മൊഴിമാറ്റ ഡബ്ഡ് വേർഷൻസ് ഒന്നും നമുക്ക് വർക്കാവില്ല. കാരണം ഇത് ഈ അവിടുത്തെ അവർക്ക് ഒരു വലിയ മാർക്കറ്റ് ഉള്ളതാണ്. ഓൾറെഡി തെലുഗു സിനിമ സൂപ്പർ ഹിറ്റ് ആയ ക്രോസ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ആ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ഇവിടെ വരുമ്പോഴും ഈ മൊഴിമാറ്റം ചെയ്ത് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ആ ഒരു ഗ്ലോറി വെച്ചിട്ട് വന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളാണ്. അവിടെ ബ്രഹ്മാണ്ഡ റിലീസുകൾ ചെയ്ത് വൻ സിനിമകളെയാണ് ആ ഒരു സംഭവത്തിൽ ഇവിടെ കൊണ്ടുവന്നത്. അതിന് മറ്റൊരു ദുഃഖം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകൾ ഇപ്പൊ സൂപ്പർ 10 ഈ പാട്ടുകൾ സത്യം എനിക്ക് ചാനലുകാരോട് തന്നെ തോന്നിയിട്ടുണ്ട്. ഈ പാട്ടുകളോടൊപ്പമാണ് നമ്മുടെ പാവപ്പെട്ട മലയാളം പാട്ടും കോമ്പീറ്റ് ചെയ്യുന്നത്. സൂപ്പർ 10 എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം മറ്റത് വന്നിട്ട് നമ്മുടെ പാട്ടുകൾ 7ാം സ്ഥാനം 8ാം സ്ഥാനമൊക്കെ. അത് തെറ്റാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് പുറത്ത് മറ്റു ഏതൊരു സ്റ്റേറ്റിൽ പോയിക്കും, ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, ഈ മലയാളത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ കാണിച്ചു തരാൻ പറ്റും? കാണില്ല.
absolutely. ഒരു ചാനൽ ഇടൂല, ഇവിടെ മാത്രമേ ഒരു റേഡിയോ സ്റ്റേഷനിൽ പോലും മലയാളം സോങ് ഉണ്ടാവില്ല അവിടെ. ലാലേട്ട ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലാണല്ലോ, നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് ഒരു ടേണിംഗ് പ്രോസസ്സ് ഉണ്ട്, പുതിയ യങ് ഫിൽം മേക്കേഴ്സ് വരുന്നുണ്ട്, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. ഈ ഒരു നെക്സസ് വിച്ച് ഇസ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ദ തിയേറ്റർ ഓണേഴ്സ്, ആ ഒരു നെക്സസ് ഓപ്പൺ ആവുക ഹൗ ഡിഫിക്കൾട്ട് ഇസ് ഇറ്റ്? ഐ മീൻ ഇപ്പോഴും ആർ വി സ്റ്റക്ക് ഇൻ ദ ഏജ് ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് മെഗാ സ്റ്റാർ മൂവീസേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള, or is it changing? എന്താണ്, what do you think, how is it going to happen? സ്റ്റാർസ് വേണം, സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണെങ്കിലും വേണം, അതില്ലെങ്കിൽ സിനിമയില്ല. ഒരു ലോകത്തൊരു സ്ഥലത്തും സൂപ്പർ സ്റ്റാർസ് ഇല്ലാത്ത സിനിമകൾ ഉണ്ടാവില്ല. സൂപ്പർ സ്റ്റാർസ് വേണം, അതിന്റെ ആവശ്യം തന്നെയാണ്. മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ അല്ലാതെ ഉള്ള പരീക്ഷണ ചിത്രങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണെങ്കിലും അതിന്റെ സമയത്ത് ജനം ഏറ്റെടുത്തിരിക്കും. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ പടം ഇത്രയും വലിയ ഹിറ്റാണ്, ഈ ആളുകൾ ഇങ്ങനെ തിക്കിക്കയറുന്നത്. അപ്പോൾ നമ്മൾ അതിനാൾ വരുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരും, അത് വരാതിരിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യത്തെ ദിവസങ്ങൾ എന്ന് പറയുന്ന വളരെ പേടിപ്പിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ്. ഇപ്പോൾ ആഷിക്കിൻ്റെ എന്തോ ചില മാജിക്കുകളും മിടുക്കുകളും കൊണ്ടിട്ട് ഈ ആദ്യ ദിവസങ്ങളിൽ പടത്തിന് ആളുണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ പറ്റാതെ ഒരുപാട് പടങ്ങൾ നല്ല പടമായിരുന്നു പക്ഷെ കളക്ട് ചെയ്തില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ ദിവസത്തിലേക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ഓഡിയൻസ് കൊടുക്കണം. സിനിമ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തിയേറ്ററിൽ കാണാനാണ്. സിനിമ ഉണ്ടായിരിക്കുന്നത് കള്ളു കുടിക്കണമെങ്കിൽ ബാറിൽ പോയി കള്ളു കുടിക്കണം, പ്രാർത്ഥിക്കണമെങ്കിൽ പള്ളിയിൽ പോകണം, അതുപോലെ തന്നെ സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം. എനിക്ക് എൻ്റെ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആദ്യം ഫുട്പാത്തിലെ CD വാങ്ങിച്ച് ഇത് കണ്ട് ഈ ഒരു കൊച്ചു പടത്തിൻ്റെ വിജയത്തെ തല്ലിക്കിടത്തരുതെന്ന് പറയാനുള്ളത്. കാരണം അത്രയും കഷ്ടപ്പാടുകളുണ്ട് ഇതിൻ്റെയൊക്കെ പറയാൻ. ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പറഞ്ഞു, കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ ഉടനെ വിത്തിൻ എ വീക്ക് ഇത് ടോറന്റ് വരും. ടോറന്റ് വന്നാൽ ഇത് CD ആയിട്ട് പുറത്തു വരും. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം ആളുകളിലേക്ക് തിയേറ്ററിൽ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് റിട്ടേൺസ് തിയേറ്ററിൽ ആളുകൾ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് കിട്ടാതെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു CD കിട്ടി അത് കണ്ട നമ്മളുടെ ആ ഒരു സുഖം അങ്ങോട്ട് അനുഭവിച്ച് തീരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു ഓഡിയൻസ് കിട്ടുന്നു എന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് ഒട്ടും വൈകാതെ ആ സിനിമ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് കറക്റ്റ്. അതായത് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രിയെ മാക്സിമം വളർത്തുക. ഇതുപോലുള്ള ഒരു സിനിമ കിട്ടുമ്പോൾ മാക്സിമം അതിൽ നിന്ന് എന്താ പറയുക സാമ്പത്തിക നേട്ടങ്ങളും ആളുകളിലേക്കും വിത്ത് ക്വാളിറ്റി. ഇപ്പം ഞങ്ങളെ പോലുള്ള ഫിലിം മേക്കേഴ്സിനെ, ഇപ്പോൾ ലാലേട്ടനെ പോലുള്ള ഡയറക്ടേഴ്സാണ്, ഞങ്ങളുടെ സിനിമ CD കാണുന്നതിനേക്കാൾ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ, ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ തിയേറ്ററിലുള്ള ഫീല് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ഒരു കള്ള CD കാണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രിയേറ്റീവ്ലി പോലും നമ്മൾ ഹാപ്പി അല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമയാണെന്ന് ഇനീഷ്യലി ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ go for the kill. Maximum head to the theaters is what they all have to say, and lots of people have already seen the movie. In case you haven't caught the movie, do remember to catch it. Don't miss out on this good movie. You'll sit back and you'll really enjoy yourselves. This is Dhanya Verma signing off, but next week we come back with a fresh team, which is the team of Chapa Kurusha. We will see you there. Do not go away. I will catch you next weekend. Good night. See ya.